രണ്ട് സഹോദരിമാരും സഹായത്തിനായി ഉറക്കെ വിളിച്ചു. പക്ഷേ അവളുടെ ശ്രദ്ധ അവരുടെ പേഴ്സിലായിരുന്നു. അവൾ പണമെടുത്ത് കൺട്രോൾ റൂമിൽ പോയി എല്ലാ ക്യാമറകളും ഓഫ് ചെയ്തു. പിന്നെ അവൾ തിരിച്ചുവന്ന് iPhone 14 പാസ്വേഡ് ചോദിക്കാൻ തുടങ്ങി. ഒരുപക്ഷേ അവൾ പോലീസിനെ വിളിക്കുമെന്ന് സഹോദരിമാർ കരുതി. അതിനാൽ അവർ പാസ്വേഡ് പറഞ്ഞു. ഇപ്പോൾ അവൾ ATM കാർഡിന്റെ പാസ്വേഡും ചോദിച്ചു. അപ്പോഴാണ് അവൾ തങ്ങളെ കൊള്ളയടിക്കാൻ വന്നതാണെന്ന് സഹോദരിമാർക്ക് മനസ്സിലായത്. ദേഷ്യത്തിൽ അവർ അവളെ ഒരുപാട് ശകാരിച്ചു. ക്ലീനിംഗ് ലേഡി ദേഷ്യപ്പെട്ട് കുളത്തിലെ ഹീറ്റർ ഓഫ് ചെയ്തു. അതുമൂലം വെള്ളം കൂടുതൽ തണുത്തു. മൂത്ത സഹോദരി നിർബന്ധത്താൽ ATM കാർഡ് പാസ്വേഡ് പറഞ്ഞു. അവൾ പണം പിൻവലിക്കാൻ പോയി ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചെത്തി. ഇത്തവണ അവളുടെ മുഖം ദേഷ്യത്താൽ നിറഞ്ഞിരുന്നു. കാരണം അക്കൗണ്ടിൽ 20 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇളയ സഹോദരി കൈകൾ കൂപ്പി പറഞ്ഞു. മൂത്ത സഹോദരിക്ക് പ്രമേഹമുണ്ടെന്നും അവൾ മരിക്കാൻ സാധ്യതയുണ്ടെന്നും, പക്ഷേ അവൾക്ക് പണത്തിൽ മാത്രമേ താൽപര്യമുണ്ടായിരുന്നുള്ളൂ. അവൾ കുനിഞ്ഞയുടനെ തന്നെ അവൾ ബലമായി ആക്രമിച്ചു. ഇത് തൂപ്പുകാരിയെ കൂടുതൽ ദേഷ്യപ്പെടുത്തി. പ്രതികാരം ചെയ്യാൻ തുടങ്ങി. തൂപ്പുകാരി പൂൾ ക്ലീനിംഗ് മെഷീൻ സ്റ്റാർട്ട് ചെയ്തു. അതൊരു വാഷിംഗ് മെഷീൻ പോലെയായി. മൂത്ത സഹോദരി ബോധം കെട്ടു വീണു. ഇത് കണ്ട തൂപ്പുകാരൻ മെഷീൻ ഓഫ് ചെയ്ത് വജ്രം ചോദിക്കാൻ തുടങ്ങി. പിന്നെ അവൾ കൺട്രോൾ റൂമിലേക്ക് പോയി. പക്ഷേ പാസ്വേഡ് മാറ്റിയിരിക്കുന്നു. ഭയന്ന് അവൾ അവിടെ നിന്ന് ഓടിപ്പോയി. മൂത്ത സഹോദരിയുടെ അവസ്ഥ ഇപ്പോൾ വഷളമായിക്കൊണ്ടിരുന്നു. അനുജത്തി അവസാനമായി ഒരു ശ്രമം നടത്തി. അവൾ ഗ്രൈനേജിൽ ഇറങ്ങി കൈകൾ കൊണ്ട് മൂടി തുറക്കാൻ ശ്രമിച്ചു. വിജയിക്കാത്തപ്പോൾ അവൾ ഒരു ടവൽ അതിൽ തിരുകി തന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് വലിച്ചു. ഒടുവിൽ മൂടി തുറന്നു. അവൾ മുകളിലേക്ക് വന്ന് ഒരു ഇരുമ്പ് പ്ലേറ്റ് ഉപയോഗിച്ച് കവർ പൊട്ടിക്കാൻ തുടങ്ങി. വളരെയധികം പരിശ്രമിച്ചതിനു ശേഷം കവർ പൊട്ടി. അവൾ സഹോദരിയെ പുറത്തെടുത്ത് ഉടനെ തന്നെ ഇൻസുലിൻ കുത്തിവെച്ചു. അപ്പോഴേക്കും പോലീസിൽ പരാതിപ്പെടുമെന്ന് ഭയന്ന് തൂപ്പുകാരി തോക്കുമായി എത്തി. 3-ാം ഭാഗത്തിനായി സബ്സ്ക്രൈബ് ചെയ്യൂ.